ഹൈക്കോടതി വക്കീലുണ്ട്, ഹൈക്കോടതി 2 ഉണ്ട്, നാട്ടിലുണ്ട്, ഇഷ്ടംപോലെ വക്കീല്, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കേസുണ്ട്. ആ ഇതിനൊന്നും ഞങ്ങൾ സന്തോഷിക്കുന്നൊന്നുമില്ല. നിങ്ങളിതൊക്കെ ഭയങ്കര അഭിമാനമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് വലിയ അങ്ങനെ അഭിമാനമായിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങള് സത്യസന്ധമായിട്ട് എന്നും ഉണ്ടെങ്കില് നമുക്ക് എവിടം വരെ കേസ് കളിച്ചാലും നമുക്ക് അത് നീതി കിട്ടുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചോടിച്ച് ഇപ്പൊ 1.5 വർഷം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. റിയാലിറ്റി. ഈ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എവിടെന്നാ നിങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ് ഇട്ടേക്കുന്നു? ഹെയർ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കുളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി ഉണങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉള്ള സംവിധാനം. ഇതൊക്കെ ഒരു പ്രത്യേക രീതിയാണ്. പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കാം കോലം കെട്ടി നടക്കുന്നു. ഒക്കെ അതിനുവേണ്ടി സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. കമ്മലിട്ടേക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇട്ടേക്കുന്ന. ഇവിടെ ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു, അത് ഊരിപ്പോയതാ. ഓരോ സ്ഥലത്ത് വലിയ വിശ്വാസങ്ങളുള്ള ആൾക്കാരാണ്, വലിയ ദൈവവിശ്വാസികളാണ്. വിശ്വാസം കൂടി ഇപ്പൊ അന്ധവിശ്വാസം ആയിക്കൊണ്ടിരിക്കുക. അതെ, എനിക്ക് ഒരു വാൻ ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യോ? ഇതായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ പോയ പോലെ ആയിരിക്കില്ല മറ്റൊരാള് പോകുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വഴി കണ്ട ആൾക്കാരായിരിക്കണമെന്നില്ല, മറ്റൊരാൾ വന്നപ്പോ വഴി കണ്ട. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ എന്താവണമെന്നില്ല, ശരിയാവണമെന്നില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഞങ്ങൾ ആരെ കണ്ടു കഴിഞ്ഞാലും ആര് ചോദിച്ചാലും ഞങ്ങൾ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, എല്ലാ ഇതും പറഞ്ഞു കൊടുക്കും, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അതിലൊന്നും ഞങ്ങൾക്കൊരു ഇപ്പോഴേ ഞാനൊരു കാര്യം പറയുമ്പോ ഞാൻ മാത്രം യൂട്യൂബിൽ വാൻലൈഫ് ചെയ്യണം അങ്ങനെയല്ല. കുറെ ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ ഇതിന് എന്തുണ്ടാവുള്ളൂ, ഒരു വിജയം ഉണ്ടാവുള്ളൂ. അല്ലേ? ശരിയല്ലേ? അതെ അതെ. നിങ്ങളുടെ ഈ ഒരു ലൈഫ് കാണുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് സന്തോഷമാണോ അതോ ഇവന്മാരെന്താണ് ഇങ്ങനെ ഈ പൈസ മുഴുവൻ കൊണ്ട് കളയാനെന്നുള്ള ടെൻഷനാണോ? ഒപ്പിക്കാൻ പോകുന്ന അങ്ങനെ അവര് സാമ്പത്തിക കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ചോദിക്കുമ്പോൾ കൊടുക്കും, തീരുമ്പം വിളിക്കും, അരി തീരുമ്പം വിളിക്കും, ഇല്ലാന്ന് പറയും. വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം, നമ്മളിപ്പോ യാത്ര കൂടെ പോയോണ്ട് ഞാൻ പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇതേപോലെ ഒരു നല്ല ദൂരയാത്ര പോയിക്കൊണ്ട് ഒരു 200-220 കിലോമീറ്റർ. നമ്മുടെ വണ്ടിയിൽ ഡീസൽ ഇല്ല, ഒരു പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, തീരാറായി. പക്ഷെ ഒരാള് വന്നിട്ട്, ഒരു ഫാമിലി വന്നിട്ട് ഒരു ഡീസൽ ഇല്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഡീസൽ ഇല്ല, പിന്നെ നമ്മളിങ്ങനെ അവർക്ക് കൊടുക്കും, നമുക്ക് എത്താൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമില്ല, നമുക്ക് വഴി കിടക്കാം, അവർക്ക് കൊടുക്കും. ഞാൻ ഇതായിട്ട് പറഞ്ഞ ഇവർ ഇത് പുകഴ്ത്തി അതല്ല പറഞ്ഞു. ഞങ്ങൾ കൺമുന്നിൽ കണ്ടാണ് ഞങ്ങൾ ഡീസൽ ഇരുന്ന് വഴി കിടന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു നൈറ്റ് ഫുൾ അവിടെ പിറ്റേ ദിവസം അവിടെ ഒരു റോഡ് ക്യാമ്പിൽ പോയിട്ട്, റോഡ് പണിയാണ് ക്യാമ്പിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ പൈസ ഡീസൽ വണ്ടിയിൽ ഒഴിച്ചത്. അവര് ഫാമിലി ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഡീസലില്ല, അവർക്ക് ഇത്ര കിലോമീറ്റർ ഒന്നും അറിയില്ലായിരുന്നു. അതിനെ സംബന്ധിച്ചാൽ നമ്മൾ ഈ വലിയ വണ്ടികളൊക്കെ പോകുമ്പോ നമുക്ക് വഴിയിൽ നമ്മൾ ആരെങ്കിലും സഹായിച്ചാലേ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരെങ്കിലും കിട്ടുള്ളൂ. അതേപോലെ നമുക്ക് തിരിച്ച് സഹായം ചെയ്യുള്ളൂ. ചേച്ചി ഉഷാറൊക്കെ പോയി കേട്ടോ, ആരും ഗ്യാസ് അടിച്ചു.